ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീർഭീർവാചാം ശശിമണിശിലാഭംഗിരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ജന്തതെ യതിയഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. ഓം ഹരി ശ്രീ ഗണപതേ നമഃ. അഭിഘ്നമസ്തു. എല്ലാവർക്കും നമസ്കാരം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന കൃതികളെ അർത്ഥമറിഞ്ഞ് ഉപാസിക്കുവാനും അതേപോലെ തന്നെ ജീവിത ലക്ഷ്യങ്ങൾ പുരുഷാർത്ഥങ്ങൾ നേടുവാനുമായിട്ട് അർത്ഥമറിഞ്ഞ് അതുപോലെ പ്രവർത്തിക്കുവാനും വേണ്ടിയാണ്, ജീവിതത്തെ പരിപാലിക്കുവാൻ വേണ്ടിയാണ് നാം ശങ്കരകൃതികളെ അടുത്തറിയുവാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഉപാസനയ്ക്ക് വേണ്ടി ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ ശ്രേഷ്ഠമായ സൗന്ദര്യലഹരി നാം അർത്ഥമറിഞ്ഞ് പഠിച്ചു. അതിൽ പലരും ഉപാസന നടത്തുന്നുണ്ട് എന്നും അറിയുന്നു. അതിനുശേഷം നമ്മൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ വളരെ ശ്രേഷ്ഠമായ പ്രകരണ ഗ്രന്ഥം ഭജഗോവിന്ദം അല്ലെങ്കിൽ മോഹമുദ്ഗരം, മോഹത്തെ ഉലക്ക കൊണ്ട് അടിച്ചൊതുക്കുക, അതിനെന്താണ് വേണ്ടത്? ഗോവിന്ദനെ ഭജിക്കുക. അതുകൊണ്ട് തന്നെ ഭജഗോവിന്ദം അല്ലെങ്കിൽ മോഹമുദ്ഗരം എന്ന കൃതി അർത്ഥമറിഞ്ഞ് പുരുഷാർത്ഥങ്ങൾ നേടുന്നതിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മോഹമുദ്ഗരം 2 ഭാഗങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒന്ന് ദ്വാദശ പഞ്ചരിക എന്ന 12 ശ്ലോകങ്ങളും അതുപോലെ തന്നെ ചർപ്പട പഞ്ചരിക അല്ലെങ്കിൽ ചതുർദശ പഞ്ചരിക എന്ന് പറയുന്ന 14 ശ്ലോകങ്ങളിലും. എന്നിരുന്നാലും ദ്വാദശത്തിൽ ഇവിടെ 12 ഉപരി 14 ശ്ലോകങ്ങളും കാണുന്നുണ്ട്. ചർപ്പട പഞ്ചരികയിൽ 19 കാണുന്നുണ്ട്. ഈ പഞ്ചരിക എന്നുള്ളതിന് തന്നെ മഞ്ചരിക എന്നൊരു പാഠഭേദവും നാം ദർശിച്ചു വരുന്നു. അപ്പം നമ്മൾ ഇതുവരെ 13ഓളം ശ്ലോകങ്ങളാണ് പഠിച്ചു തീർത്തത്. അപ്പോൾ ഇന്ന് 2 ശ്ലോകങ്ങളോട് ചേർത്ത് 12 ശ്ലോകം, ദ്വാദശ പഞ്ചരികയിലെ 12 ശ്ലോകങ്ങൾ പഠിച്ചു. മറ്റേ ആദ്യത്തെ ഒരു ശ്ലോകം 2ഇടത്തും നമ്മൾ കോമൺ ആയിട്ട് ജപിക്കുന്നതാണ് അല്ലെങ്കിൽ ചൊല്ലുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചൊല്ലുന്നത് എന്താണ് നോക്കാം. അത് കഴിഞ്ഞ് അവസാനം നമുക്കൊരു റീക്യാപ്പ് നോക്കാം. ഇന്നത്തോടുകൂടി ഭജഗോവിന്ദത്തിൻ്റെ ദ്വാദശ പഞ്ചരിക എന്ന ഭാഗം നമ്മൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഗുരുചരണാംബുജ നിർഭര ഭക്ത സംസാരാദചിരാദ്ഭവമുക്ത സേന്ദ്രിയമാനസ നിയമാദേവം ദ്രക്ഷസി നിജഹൃദയസ്ഥം ദേവം. ഗുരുചരണാംബുജ നിർഭര ഭക്ത സംസാരാദചിരാദ്ഭവമുക്ത, അചിരാദ്ഭവമുക്താണ്. സംസാരാദചിരാദ്ഭവമുക്ത സേന്ദ്രിയമാനസ നിയമാദേവം ദ്രക്ഷസി നിജഹൃദയസ്ഥം ദേവം. എന്താണ്? ഗുരുചരണാംബുജ നിർഭര ഭക്ത. ഗുരുവിൻ്റെ പാതാരബന്ധങ്ങളിൽ എന്താണ്? നിർഭരമായിരിക്കുന്ന അചഞ്ചലമായിരിക്കുന്ന ഭക്തി ഗുരുവിനോട് ഉണ്ടാകണം. അപ്പൊ ഗുരുവിൻ്റെ പാദങ്ങളിൽ പരമമായ ഭക്തി ഉണ്ടാകുന്ന ആള് അപ്പൊ എന്താണ്? അചിരാത് എന്ന് പറഞ്ഞാൽ കാലതാമസം കൂടാതെ, വളരെ തന്നെ താമസിക്കാതെ തന്നെ ആരാണോ ഗുരുവിൽ ദൃഢഭക്തിയോട് കൂടിയിരിക്കുന്നത് അവന് കാലതാമസമില്ലാതെ തന്നെ, കാലവിളംബം കൂടാതെ തന്നെ. പിന്നെന്താണ്? സേന്ദ്രിയമാനസ നിയമാദേവം. ഇന്ദ്രിയമാനസ നിയമാത്. അങ്ങനെയുള്ള ആൾക്ക് ഇന്ദ്രിയങ്ങളുടെ
ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം നാം പഠിച്ചതാണ്. അതുകൊണ്ടൊന്നും ഞാൻ അതിലോട്ട് ഇന്ദ്രിയങ്ങളിലെ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഹേതുവായിട്ട് സേ ഇന്ദ്രിയ മാനസ നിയമാദേവം, അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഹേതുവായിട്ട് എന്താണ്? സംസാരാത്, ഈ സംസാരമാകുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന്, സംസാരാത് അചിരാത് ഭവമുക്ത, മുക്തനായി തീരട്ടെ എന്നാണ്. എങ്ങനെ? കാലവിളംബം കൂടാതെ, ഒട്ടും താമസമില്ലാതെ തന്നെ. അപ്പൊ ആരാണോ ഗുരുവിൻ്റെ പാതാരപത്മങ്ങളെ വളരെ നിർഭരമായ ഭക്തിയോടുകൂടി ആശ്രയിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്താൽ എന്തു വരട്ടെ? അദ്ദേഹത്തിന് മുക്തി ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. പിന്നീടോ ദ്രക്ഷസി നിജഹൃദയസ്ഥം ദേവം, നിജഹൃദയസ്ഥം, നിജ സ്വന്തം ഹൃദയം, സ്വന്തം ഹൃദയത്തില്. അപ്പൊ ആ ജീവാത്മാവിൻ്റെ, ആ സ്വന്തം മനുഷ്യൻ്റെ, ആ ഒരു മനുഷ്യൻ്റെ സ്വന്തം ഹൃദയത്തിൽ എന്താണ്? ദ്രക്ഷസി നിജഹൃദയസ്ഥം ദേവം, ദേവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ദേവൻ, ഈശ്വരൻ, ആ പരമാത്മാവ് ദ്രക്ഷസി, കാണുമാറാകട്ടെ, അല്ലെങ്കിൽ കാണുമാറാകുന്നു എന്നാണ്. അപ്പം ഈശ്വര സാക്ഷാത്കാരം, സാക്ഷാൽ ഭഗവാനെ ലഭിക്കുന്നു എന്നാണ്. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചില്ലേ? അന്തർമുഖശ്ച തത്സർവം വ്യാപ്യ നാരായണസ്ഥിത എന്ന് പറഞ്ഞു. അന്തർമുഖശ്ച തത്സർവം, നമ്മൾ അകത്തേക്ക് തിരിച്ചൊന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ മാത്രമേ ഭഗവാനെ നേടുന്നുള്ളൂ. പക്ഷേ അങ്ങനെ നോക്കിയാലും കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടത്? പരമമായ ഗുരുഭക്തി വേണം, ഗുരുവിലുള്ള അന്ധമായ വിശ്വാസം. ഗുരു എന്തൊക്കെയാണോ പറഞ്ഞു തന്നിരിക്കുന്നത് അതെല്ലാം പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി ഗുരുവിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് പരിപാലിക്കുന്നയാൾക്ക് എന്ത് കിട്ടുന്നു? മുക്തി ഉണ്ടാകുന്നു എന്നാണ്. അപ്പൊ ഗുരുവിലുള്ള ദൃഢഭക്തി, അല്ലെങ്കിൽ ഗുരുവിങ്കിൽ ദൃഢമായ ഭക്തി ഉണ്ടാകണം, സുദൃഢമായ ഭക്തി ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ, ആ ഗുരുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസാദം സിദ്ധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആ വ്യക്തിക്ക്, ആത്മാവിന് മുക്തി അല്ലെങ്കിൽ മോക്ഷം ക്ഷിപ്രപ്രസാദമാണ്, വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ അയാൾ എങ്ങനെയാണ്? ജിതേന്ദ്രിയനായിട്ട്, അതാണ് പറയുന്നത്, സേന്ദ്രിയ മനസാനിയമാദേവം, ജിതേന്ദ്രിയനായിട്ട്, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജിതേന്ദ്രിയനായിട്ട് സ്വന്തം മനസ്സിൽ തന്നെ ആ അകത്തുള്ള ഭഗവാനെ അകത്തോട്ട് ദർശിക്കുവാൻ പറ്റുന്നു എന്നാണ്. അല്ലേ? നമ്മൾ പറഞ്ഞു ഭഗവാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ പറയുന്നില്ലേ, യോഗഹൃദ്യാം എന്നാണ് പറയുന്നത്. യോഗികള് മുനിമാനതോസ്മി, യോഗഹൃദ്യാം മുനിമാനതോസ്മി, മുനികള് ഹൃദയത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ യോഗികള് ധ്യാനം ചെയ്യുന്നതാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ്? ആദ്യം ഗുരുവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നാണ്. അപ്പം അജ്ഞാനമാകുന്ന, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് ഇരുട്ടടഞ്ഞിരിക്കുന്ന തിമിരാന്ധകാരമാണ്. അജ്ഞാനം എന്ന് പറയുന്ന ആ തിമിരം കൊണ്ട് അന്ധനായി തീർന്നിരിക്കുന്ന അവൻ്റെ ആ കണ്ണുകളെ ചക്ഷുരുന്മീലതം യേന, കണ്ണുകളെ തെളിയിക്കുന്നു. അവനാണ് ആ ഗുരു, ഇല്ലേ? ആ ഗുരുവിനെ യാതൊരുവൻ അത് തുറന്നു കൊടുക്കുന്നതോ അങ്ങനെ അദ്ദേഹത്തെയാണ് ഗുരു എന്ന് പറയുന്നത്. ഒരു അന്ധകാരമാണ്. അപ്പൊ ഗുരു ആ അന്ധകാരത്തെ തുടച്ചു നീക്കുന്നവൻ. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പൊ അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ പൂർണ്ണ മനസ്സോടുകൂടി അർപ്പിച്ചാൽ മാത്രമേ എന്ത് വരികയുള്ളൂ? മോക്ഷം സിദ്ധിക്കുകയുള്ളൂ. മോക്ഷം സിദ്ധിക്കണമെങ്കിൽ എന്താണ്? ഭക്തി ഉണ്ടാവണം. അപ്പോൾ ഭക്തി ഉണ്ടാവണമെങ്കിൽ ഗുരു പറഞ്ഞ വഴികളിലൂടെ തന്നെ നടക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇത് പറയുന്നുണ്ട്, എന്ത്? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു, അല്ലേ? അപ്പോൾ ആദ്യം ഗുരു ഭാഗവതത്തിലും പറയുന്നുണ്ട്, അല്ലേ? അഹമേവാസമേവാഗ്രേന അന്യദ്യൽ സതസത്പരം, ആദ്യം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഭഗവാൻ ചതുശ്ലോകി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഞാൻ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ ഗുരു സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. നമ്മളിപ്പോൾ പഠിക്കുമ്പോഴും എങ്ങനെയാണ്? സദാശിവസമാരംഭം
ശങ്കര ആചാര്യ മധ്യമാം എന്നാണ്. സദാശിവനാണ് ആദ്യ ഗുരു, അല്ലെങ്കിൽ സാക്ഷാൽ വിഷ്ണു തന്നെയാണ് ആദ്യ ഗുരു. അപ്പോൾ ഗുരുർ ബ്രഹ്മ, ഗുരോർ ബ്രഹ്മ, ഗുരോർ വിഷ്ണു, ഗുരോർ ദേവോ മഹേശ്വര, ഗുരോർ സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു തന്നെയാണ് ബ്രഹ്മം, ഗുരു തന്നെയാണ് വിഷ്ണു, ഗുരു തന്നെയാണ് ശിവൻ, അല്ലെങ്കിൽ ഗുരു തന്നെയാണ് സാക്ഷാത് പരബ്രഹ്മം. അതുകൊണ്ട് ആ ഗുരുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഗുരു പറഞ്ഞ വാക്യങ്ങളെ പഠിച്ചുകൊണ്ട് പരിപാലിച്ചാൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? മോക്ഷമുണ്ടാകുന്നുള്ളൂ എന്നാണ്. ഗുരുചരണാംബുജ നിർഭരഭക്ത സംസാരാദചിരാധവമുക്ത സേന്ദ്രിയമാനസ നിയമാദേവം ദ്രക്ഷസി നിജഹൃദയസ്ഥം ദേവം. ഇങ്ങനെ പറയുമ്പോൾ ഭാഗവതത്തിൽ 7-ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? 7-ാമത്തെ സ്കന്ധത്തിൽ 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അല്ല, അതെ, 7-ാമത്തെ സ്കന്ധത്തിൽ തന്നെയാണ്. 7ാം സ്കന്ധത്തിൽ 5-ാമോധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താ? ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ എഴുതി വെച്ചിരുന്നു, അതൊന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട്. ആ 5ാം സ്കന്ധത്തില് പ്രഹ്ലാദൻ പഠനമെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. പ്രഹ്ലാദൻ പഠനമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പഠനമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇദ്ദേഹം ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട്, ഇല്ലേ, എന്തൊക്കെയാണ് നീ ശ്രേഷ്ഠനായ നിന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചു വന്നത്, അല്ലെങ്കിൽ പഠിച്ചു വന്നതിൽ ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? പ്രഹ്ലാദാനുചിത്യാം താത സ്വാധീതം കിഞ്ചിദുത്തമം കാലേനൈതാവതായുഷ്മൻ യഥാ ശിക്ഷദ്ഗുരോർഭവാൻ. എന്താണ് അല്ലയോ പ്രഹ്ലാദ, നീ നിന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചത്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഞാനിതിപ്പോൾ പറയാൻ കാരണം, ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളെ നമിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ സാക്ഷാൽ ക്രൂരനായിരിക്കുന്ന ഹിരണ്യകശിപു പോലും ചോദിക്കുന്നത്, നിന്റെ ഗുരുവിൽ നിന്നും പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭക്തിയാണ്. അതെന്താണ് പ്രഹ്ലാദൻ പറയുന്നത്? പ്രഹ്ലാദവാച ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചെന്നവലക്ഷണ ക്രിയതേ ഭഗവത്യർത്ഥ തന്മന്യേധീതമുത്തമം. അപ്പൊ പറയുകയാണ്, വിഷ്ണുവിൻ്റെ ദിവ്യലീലകളെയും നാമങ്ങളെയും ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, സഖ്യം, ഭഗവാനോടുള്ള സഖ്യം, ആത്മസമർപ്പണം, ഇവയെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എന്നുള്ള കാരണമാണ്, സർവശ്രേഷ്ഠമായ ഈ കാര്യമാണ് ഞാൻ ഗുരുവിൽ നിന്ന് പഠിച്ചത് എന്നാണ്. അപ്പോൾ ഇത് കേട്ടതോടുകൂടി പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന് വളരെ ശക്തമായ ദേഷ്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും പ്രഹ്ലാദൻ ഈ ദൈത്യന്മാരുടെ, അസുരന്മാരുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിൽ പ്രഹ്ലാദൻ പറയുന്നത് എന്താണ്? അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് ഗുരുവിൽ നിന്നും പഠിച്ച പാഠം എന്ന് പറഞ്ഞു. ആ ഗുരുവിൽ മനസ്സ് ഊട്ടിക്കൊണ്ട് ഒരു മിനിറ്റ്. അപ്പോൾ ഗുരുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്തുവാൻ എന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ്. അതുകൂടാതെ പ്രഹ്ലാദൻ പറയുന്നു, എന്താണ്? കൗമാര ആചരേ പ്രാജ്ഞോ
ധർമ്മൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യ ധ്രുവമർദ്ധതം യഥാ ഹി പുരുഷസ്യേഹ വിഷ്ണുപാദോപസർപ്പണം യദേശ സർവഭൂതാനാം പ്രിയ ആത്മേശ്വര സുഹൃത് സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദേവാദ്യഥാ ദുഃഖമയത്നതാ തത്പ്രയാസോ ന കർത്തവ്യോ യദ ആയുർവ്യയപരാം ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദചരണാംബുജം. ഇവിടെ പറയുന്നത് എന്താണ്? ഭഗവാൻ തന്നെയാണ് സദാശിവ സമാരംഭം എന്ന് നമ്മൾ പറഞ്ഞു. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ആദ്യ ഗുരു. അപ്പൊ എല്ലാ ജന്മങ്ങളിലും ഒരു മനുഷ്യൻ അനേകം ജന്മങ്ങളുണ്ട്. അപ്പൊ ജന്മങ്ങളിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് ഗുരു പിതാവ് തന്നെയായിട്ടാണ്. അപ്പൊ എല്ലാ ജന്മങ്ങളിലും ഗുരുക്കന്മാരുണ്ട്. അപ്പൊ ഒരു ആത്മാവിന് മരണമില്ല. ഉണ്ടോ? ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലോട്ട് കയറുന്നു. ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ ജീവിത സംസാര സാഗരത്തിലെ സൈക്കിൾ പ്രോസസ്സിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ജന്മങ്ങളിലും ഗുരുവുണ്ട്. അതുകൊണ്ട് പരമമായ ഗുരുവിൽ എപ്പോഴും മനസ്സൂന്നണം. അതുകൊണ്ടാണ് എന്നും തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ജന്മങ്ങളിലുമുള്ള ഗുരുക്കന്മാരെയും, പക്ഷെ എന്നാലും ആദ്യമായിട്ടുണ്ടാവേണ്ടത് അമ്മയും അച്ഛനുമാണ്. മാതാപിതാ ഗുരുവോർ ദൈവം എന്നുണ്ടല്ലോ. അപ്പം മാതാവും പിതാവും ഗുരുവാണ്. പക്ഷെ ആദ്യ ഗുരു സ്വന്തം പിതാവ് തന്നെയാണ് എന്ന് പറയുന്നു. ആ ബീജത്തിന് കാരണമായിരിക്കുന്ന പിതാവ് തന്നെയാണ് ആദ്യ ഗുരു. അതുതന്നെയാണ് പ്രപഞ്ചത്തിൻ്റെയും ഗുരുവായിരിക്കുന്ന സാക്ഷാൽ ആ ഗോവിന്ദനെ കുറിച്ചുള്ള അറിവ്. അങ്ങനെയുള്ള ഭാഗവത ധർമ്മങ്ങളെ കുട്ടിക്കാലത്ത് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. കൗമാര ആചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യ ധ്രുവമർദ്ധതം എന്നാണ്. അപ്പോൾ കാരണം എന്താ സർവ പുരുഷാർത്ഥ സാധകമായ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. അതുകൊണ്ട് മനുഷ്യജന്മത്തിൽ സർവവ്യാപകനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുക മാത്രമാണ് എന്ന് പറഞ്ഞു ധരിക്കുന്നു. അങ്ങനെ അസുരബാലന്മാർക്ക് ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് വീണ്ടും പറയുന്നു എന്തുകൊണ്ടാണ് ഈ ഗുരോപദേശത്തിൻ്റെ കഥ പറയുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ഈ അസുരന്മാർ കുട്ടികൾക്ക് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യം ഭക്തിയുടെയും ഗുരുവിൻ്റെ പാദങ്ങളെ അർപ്പിക്കേണ്ടതിൻ്റെയും പ്രഹ്ലാദൻ എങ്ങനെ വർണ്ണിക്കുന്നു എന്നുള്ളതൊന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ആ ശ്ലോകങ്ങൾക്ക് അർത്ഥം ഇവിടെയുണ്ട്. ഏതദ്വാരാഹി സംസാരോ ഗുണകർമ്മ നിബന്ധന അജ്ഞാനമൂലോപാർദ്ധോവി പുംസസ്വപ്നൈവേശ്യത. അപ്പം മനുഷ്യന് ത്രിഗുണങ്ങളുണ്ട് അല്ലേ? സത്വം, തമസ്, ഇങ്ങനെയുള്ള രജസ്, ഇങ്ങനെയുള്ള ഗുണങ്ങൾ കൊണ്ട് ഈ ത്രിഗുണ വികാരങ്ങളുടെ കർമ്മങ്ങളുടെ എല്ലാം ബീജം എന്താണ്? ഇത് അജ്ഞാനം ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ്. അപ്പോൾ ഈ അജ്ഞാനത്താൽ ഉണ്ടാകുന്ന ഭ്രാന്തി വാസ്തവമല്ലെങ്കിലും അത് സ്വപ്നം പോലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്, മായയിൽപ്പെട്ട് ഉഴലുകയാണ്. അപ്പം ഏതദ്വാരോഹി സംസാരോ ഗുണകർമ്മ നിബന്ധന അജ്ഞാനമൂലോപാർദ്ധോപി പുംസസ്വപ്നൈവേശ്യതേ. സ്വപ്നം പോലെ ഈ മായയിൽ സംസാര ലോകത്തിൽ നമ്മൾ ഉഴലുകയാണ്. തസ്മാത് ഭവദ്ഭി കർത്തവ്യം കർമ്മണാം ത്രിഗുണാത്മനാം ബീജ നിർഹരണം യോഗ പ്രവാഹോ പരമോധിയ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ അജ്ഞാനങ്ങളുടെ ബീജം നശിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അതിനെന്താണ്? അതിന് സ്വന്തം മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് തത്രോപായ സഹസ്രാണാം അയം ഭഗവതോദിത ഏത് ഈശ്വരേ ഭഗവതി യഥായിരഞ്ജസാരതി. അപ്പോൾ ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട് ധർമ്മങ്ങളുടെ അനുഷ്ഠാനത്താൽ അനായാസമായ താല്പര്യമുണ്ടാകും. ഭഗവാനെ ലോട്ട് മനസ്സർപ്പിക്കണം. പക്ഷെ അതിനെന്തു വേണം? ഗുരുശുശ്രൂഷയാ ഭക്ത്യാ എന്നാണ്. അപ്പോൾ ഈ ജന്മാന്തരകൃതമായിരിക്കുന്ന പാപങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായത എന്നാണ്. അപ്പം ജന്മാന്തരകൃതമായിരിക്കുന്ന പാപങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും വ്യാധിയിൽ നിന്നും മുക്തി നേടുവാൻ വേണ്ടതെന്താണ്? സാക്ഷാൽ ഭക്തിയാണ് വേണ്ടത്. ആ ഭക്തി ആ ഭഗവാനിലോട്ട് ഉണ്ടാവണമെങ്കിൽ ഗുരുശുശ്രൂഷയാ ഭക്ത്യാ സർവലബ്ധാർപ്പണേന ച സംഗേന സാധുഭക്താനാം ഈശ്വരാരാധനേന ച ശ്രദ്ധയാ തത്കഥായാം ച കീർത്തനൈർഗുണകർമ്മണാം തത്പദാം ബുരുഹധ്യാനാത് തല്ലിംഗേക്ഷാർഹണാദിഭി. അപ്പോൾ
സർവേശ്വര ബുദ്ധിയ ഗുരുവിനെ ശുശ്രൂഷിക്കുക. ഏത്? സർവേശ്വര ബുദ്ധിയ, ഈശ്വരൻ തന്നെയാണ് ഗുരു എന്ന ബോധത്തോടുകൂടി ഗുരുവിനെ ശുശ്രൂഷിക്കുക. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്നാണ് പറയുന്നത്. ഏവം നിർജിത ഷഡ്വൈർഗ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവ ഭഗവതി ഏയാ സംലംഭതേ രതിം. അപ്പോൾ ഭഗവാനെ സേവിക്കണം. ആരെ? ഗുരുവിനെ സർവേശ്വരനാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ സ്വന്തം ഗുരുവിനെ സേവിച്ചു കൊണ്ടിരുന്നാൽ ആ ഭഗവാനെ നമുക്ക് ലഭ്യമാകുന്നു എന്നാണ്. സർവാഭീഷ്ടങ്ങളും സാധിച്ച് ഗുരുവിൻ്റെ സർവാഭീഷ്ടങ്ങളും സാധിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെയും സർവാഭീഷ്ടങ്ങളും ഉണ്ടാകുന്നു. അതാണ് ഗുരുചരണാംബുജ നിർഭര ഭക്ത സംസാരാദചിരാദ്ഭവമുക്ത. അപ്പോൾ പ്രഹ്ലാദൻ ആ സംസാര ലോകത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ് പ്രഹ്ലാദൻ. അപ്പം പ്രഹ്ലാദന ഉണ്ടായ കഥയിലൂടെ ഗുരുവിൻ്റെ കാൽപാദങ്ങളിൽ കാൽപാദങ്ങളെ നമസ്കരിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് ഈ ശ്ലോകങ്ങളിലൂടെ ഞാനൊന്ന് ഉദ്ധരിക്കുവാൻ ശ്രമിച്ചത്. അപ്പോൾ ഉണ്ടാവേണ്ടത് പരമമായ ഭക്തി. സാക്ഷാൽ ഗോവിന്ദനെയാണ് ലഭിക്കേണ്ടത്. ആ ഗോവിന്ദനെ ലഭിക്കണമെങ്കിൽ എളുപ്പമാണോ? അതും എളുപ്പമല്ല. അപ്പം എന്താണ്? ഗുരോപദേശം അനിവാര്യമായി വരുന്നു. ആ ഗുരോപദേശം മാത്രമല്ല, ആ ഗുരുവിൻ്റെ കാൽപാദങ്ങളെ പൂർണ്ണമായിട്ടും അന്ധമായ വിശ്വാസത്തോടു കൂടി തന്നെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അന്ധമായ വിശ്വാസത്തോടു കൂടി എന്ന് പറയുമ്പോൾ വേറൊന്നും ആരുമല്ല, ഭാഗവതത്തില് ദശമസ്കന്ധത്തില് ഉത്തരാർത്ഥത്തില് സാക്ഷാൽ ഭഗവാൻ തന്നെ പറയുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ? അതുകൂടെ പറയാം. ഇനി അത് സുധാമാവ് കുചേലൻ ഭഗവാനെ കാണുകയാണ്. അവിടെ കാണാനായിട്ടെത്തി. ഭഗവാൻ കണ്ടു. ഭഗവാൻ വളരെ ഗംഭീരമായിട്ട് അപ്പം പിടിച്ചിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസിതൗയതാം ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ പാരമശ്നുതേ. അപ്പോൾ നമ്മുടെ ഗുരുകുലത്തെ പറ്റി ഓർക്കുന്നുണ്ടോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ബ്രഹ്മൻ അല്ലയോ കുചേല, നമ്മുടെ ഗുരുകുലവാസത്തെ പറ്റി എല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടോ? ആ ഗുരുകുലവാസം ബ്രഹ്മനിമിത്തം നമ്മൾ അറിയേണ്ടതെല്ലാം ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടുന്ന് അറിഞ്ഞ് നമ്മൾ അക്കരെ പറ്റുന്നു എന്ന് പറയുന്നുണ്ട്. കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസിനൗയത ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ പരമശ്നുതേ. അവിടുന്ന് പഠിച്ച അറിവ് കൊണ്ട് നമ്മൾ സംസാര ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു, കരകയറുന്നു. സാക്ഷാൽ ഭഗവാനാണ് പറയുന്നത്. പിന്നീടോ സവൈ സത്കർമ്മണാം സാക്ഷി ദ്വിജാതേരിഹ സംഭവ ആദ്യംഗ യത്രാശ്രമിണാം യഥാഹം ജ്ഞാനദോ ഗുരു. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു പിതാവാണ് ആദ്യ ഗുരു എന്ന്. അപ്പോൾ ഇവിടെ ലോകത്തിൽ ജനിക്കുവാനായിട്ട് കാരണമായിരിക്കുന്ന പിതാവ്, അങ്ങനെയുള്ള പിതാവാണ് ആദ്യ ഗുരു. അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിൻ്റെയും ഗുരു ഭഗവാനാണ് എല്ലാത്തിനും. കാരണം പ്രപഞ്ചം അമ്മയാണെങ്കിൽ സാക്ഷാൽ അതിപുരുഷൻ നാരായണൻ എന്ന് നാം പറഞ്ഞു കേട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും കഥയിൽ നമ്മൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിപുരുഷനായിരിക്കുന്ന നാരായണൻ അദ്ദേഹം തന്നെയാണ് ആദ്യ ഗുരു. അത് പിതാവ് തന്നെയാണ് ആദ്യത്തെ ഗുരു എന്നാണ്. അപ്പോൾ ഇവിടെ ലോകത്തിൽ ജനിക്കുവാൻ, അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് മുഴുവൻ കാരണമായിരിക്കുന്ന പിതാവ് എന്ന് പറയുന്ന നാരായണൻ ഓരോ ജീവാത്മാവും മനുഷ്യനായി ജീവിക്കുന്ന നമുക്കേവർക്കും കാരണഭൂതനായിരിക്കുന്നത് ആ ബീജത്തിൻ്റെ ഉദ്ഭവസ്ഥാനമായിരിക്കുന്ന പിതാവ്, സാക്ഷാൽ നമ്മളുടെ അച്ഛൻ എന്ന് വിളിക്കുന്നയാൾ. ഇതാണ് ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഗുരു എന്ന് പറയുന്ന ആരാണോ ഉപനയനം കഴിച്ചിരിക്കുന്നത്, ഉപനയനം കഴിപ്പിച്ച് ബ്രഹ്മജ്ഞാനം നമുക്ക് നൽകുന്നയാൾ, അദ്ദേഹവും നമുക്കൊരു ഗുരുവായി. അതുകൊണ്ടല്ലേ നമ്മൾ ശ്രാദ്ധം ബലിയിടുന്ന കാലത്ത് നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബലിയിടും. അതേപോലെ തന്നെ നമ്മൾ ഉപനയനം കഴിപ്പിച്ച് ആരാണോ അദ്ദേഹത്തിന് ബലിയിടും. ഗുരുക്കന്മാർക്കും നമ്മൾ ശ്രാദ്ധം ഊട്ടുക പതിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലോകത്തിൽ ജനിക്കുവാൻ കാരണമായിരിക്കും ഇത് ഭഗവാൻ തന്നെ പറയുകയാണ്. കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസിനൗയത ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ പാരമശ്നുതേ സവൈ സത്കർമ്മണാം സാക്ഷാത് ദ്വിജാതേരിഹ സംഭവാം ആദ്യംഗയാ യത്രാശ്രമിണാം യഥാഹം ജ്ഞാനദോ ഗുരു നന്വർത്ഥ കോവിദ ബ്രഹ്മൻ വർണ്ണാശ്രമവതാമിഹ ഏ മയാ ഗുരുണാ വാച തരത്യന്തജ്ഞോ ഭവാന്നവം
ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, എന്ത്, നമ്മൾ വിറക് മുറിക്കാൻ പോയത് ഓർമ്മയുണ്ടോ എന്നാണ്. അഭിനസ്മര്യതേ ബ്രഹ്മൻ അഭിനസ്മര്യതേ ബ്രഹ്മൻ വൃത്തം ദിവസതാം ഗുരോ ഗുരുദ്വാരേശ്ചോദിതാനാം ഇന്ധനാനയനേ ക്വചിത്. അപ്പോൾ ഗുരുപത്നി പറയുന്നത് അനുസരിച്ചിട്ട്, അപ്പോൾ കഥ പറയുകയാണ്, കൃഷ്ണനും കുചേലനും തമ്മിലിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പറയുന്നതായിട്ടാണ്, ഗുരുപത്നിയുടെ ഉപദേശമനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോയി, വിറക് ഒടിക്കാനായിട്ട് കാട്ടിലേക്ക് പോയി. അങ്ങനെ വിറക് കൊണ്ടുപോയി. അങ്ങനെ ആ ഘോര വനത്തിലെത്തിയപ്പോൾ ഭയങ്കരമായിട്ട് പ്രവിഷ്ടാനാം മഹാരണ്യാം അപർത്തൗ സുമഹദ്വിജ വാതവർഷമഭൂ തീവ്രം നിഷ്ഠുര സനൈനിവ. ഭയങ്കരമായ മഴ പെയ്തു. ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അറിയാതെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പോയി. അപ്പോൾ പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ മാത്രമേ അവിടുന്ന് നമുക്ക് പോരാൻ പറ്റിയുള്ളൂ. അങ്ങനെ കണ്ടപ്പോൾ, ആദ്യം കണ്ടപ്പോൾ അപ്പോൾ രാത്രി മുഴുവൻ ഗുരുകുലത്തിലില്ല. ഗുരുപത്നിക്കും ഗുരുവിനും ഒക്കെ വളരെ വിഷമമായി. എന്നിരുന്നാലും പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ആചാര്യൻ സാന്ദീപനി മഹർഷി ശിഷ്യന്മാരെ അന്വേഷിച്ചു. ദുഃഖിതരായിട്ട് അവരെല്ലാം നടന്നു കണ്ടുപിടിച്ചു എന്നാണ്. ഈ ദുഃഖാർത്ഥരായിരിക്കുന്ന കുചേലനെയും കൃഷ്ണനെയും ദുഃഖിതനായിരിക്കുന്ന ആചാര്യൻ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, അഹോ ഹേ പുത്രകായൂയസ്മദർത്ഥതേ ദുഃഖിത ആത്മാവൈ പ്രാണിനാം പ്രേഷ്ട സ്തംയാദ്രുതമതമത്പരാം. അപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്താ പറയാൻ കാരണം, ഞാൻ ആ ശ്ലോകങ്ങൾ പറയാൻ കാരണം, ഗുരുവിന് വേണ്ടി, ഗുരുവിനെ സ്മരിക്കണയാണ് വേണ്ടത് എന്ന് പ്രഹ്ലാദൻ സപ്തമസ്കന്ധത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടും ഗുരുവിൻ്റെ ശുശ്രൂഷയാണ് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നേടുവാൻ പറ്റുകയുള്ളൂ. എല്ലാം നേടുക എന്ന് പറഞ്ഞാൽ ഗോവിന്ദ ഭജനം, ഗോവിന്ദനെ ഭജിക്കുവാനുള്ള തോന്നലുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഗോവിന്ദനെ ലഭിക്കുകയുള്ളൂ. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇപ്പം ഇവിടെ ഒരു സന്ദർഭം ഉണ്ടാകുകയാണ്. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനും കുചേലനും കാട്ടിലകപ്പെട്ടു. പക്ഷെ മഴയാണെങ്കിലും ഒന്നും വേണ്ട, ഗുരുപത്നി പറഞ്ഞതനുസരിക്കണം. ആ ഇന്ധനത്തിന് വേണ്ടിയുള്ള വിറക് ശേഖരിച്ചു കൊണ്ടുവരണം എന്നുള്ളതിൽ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും അത് അവർ അവർക്ക് വേണ്ടി ശേഖരിക്കുകയാണ്. അങ്ങനെ ശേഖരിച്ചു കൊണ്ടപ്പോൾ ശേഖരിച്ചു. അതെല്ലാം കണ്ട് ദുഃഖാർത്ഥരായി നിൽക്കുന്ന, ഈ രാത്രി മുഴുവൻ ഗുരുകുലത്തിലില്ലാതിരിക്കുന്ന ഇവരെ കണ്ട് ദുഃഖിതനായിരിക്കുന്ന സന്ദീപനി മഹർഷി, അഹോഹേ പുത്രക, അപ്പം ഞങ്ങൾക്ക് വേണ്ടി അല്ലയോ പുത്രന്മാരെ, മറ്റൊന്നും വകവെക്കാതെ നിങ്ങളിത് കൊണ്ടു തന്നല്ലോ എന്നാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്, ഏതദേവ ഹി സച്ഛൈ കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വേ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരു. ഗുരുവില് ഈ വിശുദ്ധഭാവത്തോടുകൂടി ദേഹം പോലും അർപ്പിക്കുക എന്നുള്ളത് ഇത് തന്നെയാണ് ഉത്തമമായ ശിഷ്യന്മാരുടെ ലക്ഷണം എന്നാണ്. അപ്പോൾ ഗുരുവിൽ അർപ്പണം, ഗുരുചരണാംബുജ നിർഭര ഭക്ത. ആ ഒരു ലൈൻ പറയാൻ വേണ്ടിയാണ് ഈ ഭാഗവതം ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്നിട്ടോ ഭഗവാൻ പറയുന്നു, എന്നിട്ട് എന്താണ്, അദ്ദേഹം പ്രസന്നരായി, സാന്ദീപനി മഹർഷി പ്രസന്നായി. അപ്പം കൃഷ്ണൻ പറയുന്നതായിട്ടാണ്, സാന്ദീപനി മഹർഷി പ്രസന്നായി. തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠ സത്യാസന്തു മനോരഥ ഛന്ദാംസിയാപയാമാനി ഭവന്ദ്വിഹചരത്രജാം. ദ്വിജശ്രേഷ്ഠന്മാരെ, ഞാൻ നിങ്ങളുടെ നേരെ വളരെ പ്രസന്നനായിരിക്കുന്നു എന്ന് സാന്ദീപനി മഹർഷി പറഞ്ഞില്ലേ എന്നാണ്. അപ്പോൾ വർത്തമാനം പറയുകയാണല്ലോ. സാന്ദീപനി മഹർഷി പറഞ്ഞു, നിങ്ങളുടെ മനോരഥങ്ങളെല്ലാം സഫലമായി തീരട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ഉണ്ടാവട്ടെ, ഭവിക്കട്ടെ. എന്നിൽ നിന്നും പഠിച്ച വേദങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും, ഇഹലോകത്തിലും പരലോകത്തിലും എല്ലാം പ്രയോജനമായിട്ട് വരട്ടെ, നിഷ്ഫലങ്ങളാവാതിരിക്കട്ടെ എന്ന് സാന്ദീപനി മഹർഷി നമുക്ക് പറഞ്ഞില്ലേ, അനുഗ്രഹിച്ചില്ലേ എന്നാണ്. അപ്പോൾ ഇദ്ധം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു. അപ്പോൾ ഗുരുകുലത്തിൽ താമസിക്കുന്ന നമുക്ക് ഇപ്രകാരമുണ്ടായ അനേകം അനുഭവങ്ങൾ അങ്ങ് ഓർക്കുന്നുണ്ടോ കുചേല? അല്ലെങ്കിൽ എന്താ കുചേലൻ്റെ പേര്, മറ്റേ സുധാമാവേ എന്ന് ശ്രീകൃഷ്ണൻ പറയുകയാണ്. ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു. അടുത്ത ഈ വരിയാണ് പ്രധാനം. ഇത് പറയാനാണ് ഈ ഇത്രയും ശ്ലോകം ശ്രീകൃഷ്ണന്റെ കാര്യം പറഞ്ഞു പോകുന്നത്. എന്താണ്? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഗുരോരനുഗ്രഹേണൈവ പുമാൻ
പൂർണ്ണപ്രശാന്തേ. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹത്താൽ തന്നെയാണ് മനുഷ്യൻ പൂർണ്ണനും മുക്തിക്ക് യോഗ്യനുമായി തീരുന്നത് എന്നാണ്. ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും. എന്താണ്? ഗുരുചരണാംബുജ നിർഭര ഭക്ത സംസാരാദചിരാധവ മുക്ത സേന്ദ്രിയ മാനസ നിയമാദേവം ദ്രക്ഷസി നിജ ഹൃദയസ്ഥം ദേവം. അപ്പൊ പ്രഹ്ലാദന്റെ കഥകളിലൂടെയും ഗുരുവിൽ പൂർണ്ണമായ ഗുരുവിന്റെ പാതാരബിന്ദങ്ങളെ പൂർണ്ണമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ, അതിലോട്ട് സശ്രദ്ധയോടുകൂടി ശുശ്രൂഷ നടത്തി കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന സംസാര ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്നും കരകയറുവാൻ ഗോവിന്ദനെ ലഭിക്കും എന്ന് പറഞ്ഞു. സാക്ഷാൽ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തേ എന്നാണ്. വളരെ തേജസ്വിമാനായിട്ട് മുക്തനായിട്ട് മാറുന്നു എന്ന് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്. ഇത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ ഒരു മലയാളത്തിൽ വഴിയില്ലേ, നന്മ നമുക്കതേയുള്ളൂ ഗുരുകടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കെന്ന് രാമപുരത്ത് വാര്യർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്മ നമുക്കത് മാത്രമേ ഉള്ളൂ. അതുണ്ടാവണമെങ്കിൽ എന്താണ്? ഗുരുകടാക്ഷം കൊണ്ട് വേണം, അല്ലേ? അപ്പോൾ ഗുരുകടാക്ഷത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഗുരു പറയുന്നതെല്ലാം അന്ധമായിട്ട് അനുസരിച്ച് അതിൽ ജീവിച്ചാൽ മുക്തി ലഭിക്കും എന്നാണ്. അപ്പോൾ ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. അത് നമ്മൾ പറഞ്ഞു. അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പുണ്യാവതാരം, പൂർണ്ണ പുണ്യാവതാരം. പക്ഷെ ഇതിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ആ ഈശ്വരനെ കാണുക അത്ര വളരെ എളുപ്പമുള്ള കാര്യമല്ല, ക്ഷിപ്രസാധ്യമല്ലാത്തത് കൊണ്ട് എന്തു വേണം? അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദ്രക്ഷസി നിജഹൃദയസ്ഥം ദേവ. അങ്ങനെയുള്ള ഭഗവാനെ, ആ സ്വന്തം ഹൃദയത്തിൽ ഭാവിക്കുന്ന ഭഗവാനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത ശ്ലോകം. ദ്വാദശ പഞ്ചരികാമയ ഏഷ ശിഷ്യാണാം കഥിതോ ഹ്യുപദേശ യേഷാം ചിത്തേ നൈവ വിവേക തേ പച്യന്തേ നരകമനേകം. അപ്പം ഇത് ശങ്കരാചാര്യസ്വാമികൾ എഴുതിയതല്ല. ദ്വാദശ പഞ്ചരികാമയ ഏഷ ശിഷ്യാണാം കഥിതോ ഹ്യുപദേശ യേഷാം ചിത്തേ നൈവ വിവേക തേ പച്യന്തേ നരകമനേകം. എന്താണ്? ദ്വാദശ പഞ്ചരികാമയ ഏഷ ഉപദേശ എന്നാണ്. ദ്വാദശ പഞ്ചരികാമയമായിരിക്കുന്ന ഈ 12 ശ്ലോകങ്ങളോട് കൂടിയിരിക്കുന്നതായിരിക്കുന്ന ഈ ഉപദേശം, ദ്വാദശ പഞ്ചരികാമയ ഏഷ, ഈ എന്താണ്? ഏഷ ശിഷ്യാണാം ഖദിതോഹ്യുപദേശ. അപ്പൊ ദ്വാദശ പഞ്ചരികാമയ ഏഷ ഉപദേശ. അപ്പൊ ദ്വാദശ പഞ്ചരികയായിട്ടുള്ള ഈ ഉപദേശം ശിഷ്യാണാം കഥിതോഹ്യുപദേശ, ശിഷ്യാണാം കഥിതഹി, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ്. യേഷാം ചിത്തേ നൈവ വിവേക. യേഷാം ചിത്തേ എന്ന് വെച്ചാൽ ആരുടെ മനസ്സിലാണോ, യാതൊരുവന്റെ അല്ലെങ്കിൽ ആരുടെ, ചിത്താം മനസ്സിലാണോ, ചിത്തേ യേഷാം ചിത്തേ ആരുടെ മനസ്സിലാണോ അല്ലെങ്കിൽ യാതൊരുവന്റെ മനസ്സിലാണോ, നൈവ വിവേക തേ പച്യന്തേ നരകമനേകം. വിവേകം നയേവ, ആരുടെ മനസ്സിലാണോ വിവേകമില്ലാത്തത്, അനേകം നരകം പച്യന്തേ എന്ന് പറഞ്ഞാൽ കാണുക അല്ലെങ്കിൽ അനുഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ. നരകയാതനകൾ അനവധി അനുഭവിക്കേണ്ടി വരുന്നു ഒരു മനുഷ്യൻ വിവേകശൂന്യനായി തീർന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ദ്വാദശ പഞ്ചരിക അതിനുവേണ്ടി ആ വിവേകമുണ്ടാകുവാൻ വേണ്ടി, വിവേകമില്ലാത്തതിനാൽ നരകത്തിൽ, അതുകൊണ്ടാണല്ലോ ആദ്യത്തെ ശ്ലോകത്തില് ഡുഗുഞ്ചുകരണേ എന്ന് ജപിച്ചുകൊണ്ട് വ്യാകരണ സൂത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, സാക്ഷാൽ ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത് എന്ന് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഗുരുവാണ്, അല്ലേ? അപ്പൊ ഗുരു പറഞ്ഞ കാര്യങ്ങളെ, ഗുരുവിന്റെ പാദങ്ങളെ പൂർണ്ണമായി
അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് സംപ്രാപ്തേ സന്നിഹിതേ കാലേ, പ്രാപ്തേ സന്നിഹിതേ കാലേ, ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ മറ്റൊന്നും ചെയ്യാതെ ഭഗവാന്റെ മറ്റെന്തും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പക്ഷേ ഭഗവാനിലോട്ട് അർപ്പിച്ചുകൊണ്ട് ഗുരു പറഞ്ഞ മാത്രയിൽ ജീവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മുക്തി ഉണ്ടാകുന്നു. അങ്ങനെ വിവേകമില്ലാത്തതിനാൽ നരകത്തിൽ പതിച്ച് യാതന അനുഭവിക്കേണ്ടി വരുന്ന ശിഷ്യന്മാരെ അതിൽ നിന്ന് കരകയറ്റുവാനായിട്ട് ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നതാണ് ഈ ദ്വാദശ പഞ്ചരികാ സ്തോത്രം എന്നാണ് ഈ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ദ്വാദശ പഞ്ചരികാ സ്തോത്രത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപാദിച്ചിരിക്കുന്നതായിരിക്കുന്ന തത്വങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ജീവിതം ധന്യമാകും, സംസാര ലോകത്തിൽ നിന്ന് മുക്തി ഉണ്ടാകും, അചിരേണ ജന്മമുക്തനായി തീർന്നിട്ട് സായുജ്യം, അത് നമ്മൾ പറഞ്ഞു, സായുജ്യം, സാമീപ്യം, സാലോക്യം, സാരൂപ്യം, അങ്ങനെയുള്ള സായുജ്യം പല വിധത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സായുജ്യം, ജീവൻ മുക്തി ഉണ്ടാകുന്നു, ഗോവിന്ദനെ അറിയുവാൻ സാധിക്കുന്നു. ഗോവിന്ദനെ സാക്ഷാൽ സ്വരൂപനായ ഗോവിന്ദനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഗോവിന്ദ ഭജനം ഗുരു പറഞ്ഞതനുസരിച്ച് ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് ഗോവിന്ദനെ ഭജിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങൾ ഒന്നുകൂടെ ചൊല്ലിയിട്ട് ഇന്ന് ഈ ദ്വാദശ പഞ്ചക എന്ന് പറയുന്ന ശ്ലോകത്തിന് നമുക്കൊന്ന് വിരാമമിടാം. ഗുരുചരണാംബുജ നിർഭര ഭക്ത സംസാരാദ ചിരാധവമുക്ത സേന്ദ്രിയമാനസ നിയമാദേവം ദ്രക്ഷസി നിജ ഹൃദയസ്ഥം ദേവം ദ്വാദശ പഞ്ചരികാമയ ഏഷ ശിഷ്യാണാം കഥിതോ ഹ്യുപദേശം യേഷാം ചിത്തേ നൈവ വിവേക തേ പച്യന്തേ നരകമനേകം. ഇതല്ല അറിഞ്ഞില്ലെങ്കിൽ അനവധി ജന്മങ്ങൾ നമുക്കുണ്ട്. ഈ ജന്മങ്ങളിലെല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് എന്താ പ്രയോജനം? സഞ്ചിത പാപങ്ങളും എല്ലാം കൊണ്ട് നമ്മൾ വരികയില്ല. ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതേന്നാണ്. ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു മനസ്സിന് ഭ്രാന്തനായിട്ട് നടക്കുന്നു, ഇല്ലേ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ആ ജീവിതത്തിന് എന്തർത്ഥം എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ രചിച്ചിരിക്കുന്ന ഒരു കൃതിയാണ് ഗുരുവഷ്ടകം. അപ്പോൾ അത് ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ആ 8 ശ്ലോകങ്ങളാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? ഗുരുവഷ്ടകം അത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രിപദ്മേ മനശ്ചേന്നലഗ്നം തതഃ കിം തതഃ കിം തതഃ കിം തതഃ കിം കളത്രം ധനം പുത്രപൗത്രാദി സർവം ഗൃഹം ബാന്ധവാ സർവമേതദ്ധിജാതം ഗുരോരംഘ്രിപദ്മേ മനശ്ചേന്നലഗ്നം തതഃ കിം തതഃ കിം തതഃ കിം തതഃ കിം. നോക്കൂ, ശരീരം സ്വരൂപം തഥാവാ കളത്രം. എന്താണ്? നല്ല ശരീരങ്ങൾ, നല്ല ഭാര്യ, അല്ലെങ്കിൽ ധാരാളം ധനം, ഇവയൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇതെല്ലാം ഉണ്ടാവുന്നു. പക്ഷെ ഇതൊന്നും എന്താണ്? ഗുരോരംഘ്രിപദ്മേ മനശ്ചേന്ന ലഗ്നം. ലഗ്നം വെച്ചാൽ കേന്ദ്രം. എങ്ങോട്ട്? ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് ആ മനസ്സിനെ അർപ്പിച്ചിട്ടില്ലെങ്കിൽ, ഗുരോരംഘ്രിപദ്മേ, ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് ആ മനസ്സിനെ അർപ്പിച്ചിട്ടില്ല. അതാണ് മനശ്ചെന്ന ലഗ്നം. ഇല്ലെങ്കിലോ തതക്കിം 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 എന്നാണ്. പിന്നെ എന്ത് എന്നാണ്? അപ്പം നല്ല കുടുംബമുണ്ട്, നല്ല ഭാര്യയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ജീവിതം സുഖകരമായി എന്ന് തോന്നുന്നുവെങ്കിലും സാക്ഷാൽ ഭഗവാനെ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് ഇതൊന്നും അർപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. പിന്നീട് അത് അടുത്ത വരിയിൽ പറയുന്നു, ഷഡ്ഗാദിവേദോ മുഖശാസ്ത്രവിദ്യ കവിത്വം ജഗദ്യം സുപദ്യം കരോതി ഗുരു. അങ്ങനെയല്ലേ? ഷഡ്ഗാദിവേദോ, ഷഡ്ഗാദിവേദങ്ങൾ, വേദവും ഷഡ്, പിന്നെ 6 അത് അംഗങ്ങളാണ്.
എന്തൊക്കെയാണ് ജ്യോതിഷം, നിരുക്തം, ഗോളം, ഇങ്ങനെയുള്ള 6 അംഗങ്ങളും വേദാംഗങ്ങൾ. അപ്പോൾ വേദത്തിൻ്റെ 6 അംഗങ്ങളും, വേദം പഠിച്ചാലും വേദത്തിൻ്റെ 6 അംഗങ്ങളെല്ലാം പഠിച്ചാലും ശാസ്ത്രവിദ്യകളെല്ലാം ധരിച്ചു. കവിത്വം ജഗദ്യം സുഭദ്യം കരോതി ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം തദക്കിം 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 തദക്കിം. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഗുരുവിൻ്റെ ബന്ധങ്ങളെ നമിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നീടോ വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാരുവൃത്തേഷു സക്തസ്തഥാപി ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം തദക്കിം 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 തദക്കിം. അപ്പോൾ പ്രവാസി ജീവിതത്തിൽ വിദേശേഷു മാന്യ, അവിടെയെല്ലാം മാന്യത സിദ്ധിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് അവർക്ക് വേണ്ട ബഹുമാനങ്ങൾ വിദേശത്ത് കിട്ടുന്നു. അതേപോലെ തന്നെ കാരണം സ്വദേശത്തും സ്വന്തം ദേശത്തും ധന്യനാണ്. എങ്ങനെയൊക്കെ ആണെങ്കിലും സദാചാരുവൃത്തേഷു സക്തസ്തഥാപി, നല്ല വൃത്തികളും നല്ല പ്രവർത്തികളുമായിട്ട് നടക്കുന്ന വ്യക്തിയുമാണ്. എന്തെല്ലാം ആയാലും എന്താണ് വേണ്ടത്? ഗുരുവിൻ്റെ പാതാരബിന്ദങ്ങളെ സ്മരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് എന്നാണ് ചോദിച്ചത്. തദക്കിം 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 തദക്കിം. അപ്പം നമ്മളെ ആത്മീയമായി ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ തന്നെയാണ് ഈ ഗുരു അഷ്ടകത്തിലൂടെ സാക്ഷാൽ ഭഗവാൻ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും ചൊല്ലുന്നു, ക്ഷമാമണ്ഡലേ ശേഷഭൂപാലവൃന്ദൈ സദാസേവിതം യസ്യ പാദാരവിന്ദം ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം തദക്കിം 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 തദക്കിം. അപ്പം ക്ഷമാമണ്ഡലേ ശേഷഭൂപാലവൃന്ദ, ഭൂപാലവൃന്ദന്മാർ, രാജാക്കന്മാർ, അതിനു മുകളിലായിരുന്നിരിക്കുന്ന ആരാണ്? ചക്രവർത്തിയെ സേവിക്കുന്നു. അത് മാത്രമല്ല സദാസേവിതം യസ്യ പാദാരവൃന്ദം, ചക്രവർത്തി ആയിക്കോട്ടെ രാജാവായിക്കോട്ടെ എപ്പോഴും നമുക്ക് ചുറ്റുമായിട്ട് വളരെ പാദാരവൃന്ദം സേവിച്ചുകൊണ്ട് അനവധി വൃന്ദങ്ങളുമുണ്ട്. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം തദക്കിം 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 തദക്കിം. നമുക്ക് ചാണക്യൻ്റെ കഥ അറിയാം അല്ലേ? ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ രാജാക്കിയത് സാക്ഷാൽ ഗുരു തന്നെയല്ലേ? അപ്പം ആ ഗുരു പറഞ്ഞതെല്ലാം അനുസരിച്ച്, ഗുരുപദേശത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചു കൊണ്ടാണ് ചന്ദ്രഗുപ്തൻ ഭരിച്ചതും ആ ചന്ദ്രഗുപ്തൻ രാജാവായതുപോലും. പിന്നീടോ യശശ്ചേദ്ഗതം ദിക്ഷുദാന പ്രതാപ ജഗദ്വസ്തു സർവം കരേയത് പ്രസാദാത് ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം തദക്കിം 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 തദക്കിം. നമ്മൾ ധാരാളം ദാനങ്ങൾ കൊടുക്കുന്നവനായിക്കോട്ടെ, ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മുനി രൂപേണ നാം ജീവിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം തദക്കിം 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 തദക്കിം. തൻ്റെ ഗുരു പറയുന്നതിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദാരബിന്ദങ്ങൾ അർപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് എന്നാണ് പറയുന്നത്. ന ഭോഗേന യോഗേന വാജിമേധേ ന കാന്താസുഖേനൈവ വൃത്തേഷു ചിത്തം ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം തദക്കിം 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 തദക്കിം. അപ്പോൾ ഒന്നിനോടും തന്നെ യാതൊരു താല്പര്യവുമില്ല, പൂർണ്ണമായ വൈരാഗ്യമായിട്ട് ഒരു സന്യാസിയായിട്ട് ജീവിതത്തിൽ നിന്നും പൂർണ്ണമായ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ആ പൂർണ്ണമായ ഭഗവാനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആ ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിലേക്കുള്ള പൂർണ്ണമായ ശ്രദ്ധ, ഗുരു പറഞ്ഞിരിക്കുന്ന ആ വഴികളിലൂടെ സഞ്ചരിക്കണം, എന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം, ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിലേക്ക് അർപ്പിക്കുക മാത്രമേ ഉള്ളൂ. അത് മനസ്സങ്ങോട്ട് കേന്ദ്രീകൃതമാവണം. അതല്ലെങ്കിൽ തദക്കിം 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 തദക്കിം. പിന്നെ എന്നാണ് അരണ്യേന വാ സ്വസ്യ ഗേഹേന കാര്യേ
ന ദേഹേ മനോ വർത്തതേ ന ദേഹേ മനോ വർത്തതേ മേ ത്വനർഘ്യേ ഗുരോരംഘ്രിപത്മേ മനശ്ചെന്ന ലഗ്നം തദത്കിം 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 തദത്കിം. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എത്ര വലിയ നിലയിലാണ് ഭൗതികമായി എന്തെല്ലാം ഉണ്ടാക്കിയാൽ തന്നെ അതെല്ലാം വേണ്ടാന്ന് വിട്ട് ഇനിയിപ്പോൾ കാട്ടിലോട്ട് പോയാലും ഒന്നും തന്നെ പൂർണ്ണമായ ഒരു മുക്തിക്ക് കാരണമാവുന്നില്ല. എന്തില്ലെങ്കിൽ സാക്ഷാൽ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളെ നമ്മൾ അർപ്പിച്ചിട്ടില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളെ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട്, ഗുരുവിൽ വിശ്വസിച്ചുകൊണ്ട്, ഗുരുവിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ഈ ഗുരുവഷ്ടകത്തിൽ സാക്ഷാൽ ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ ഗുരോരഷ്ടകം യത് പഠേത് പുണ്യദേഹി മതിർഭൂപതിർ ബ്രഹ്മചാരീ ജഗേഹി ലഭാദേത് വാഞ്ചിതാർത്ഥം വദ ബ്രഹ്മസത്യം ഗുരോരുക്തവാക്യേ മനോയസ്യ ലഗ്നം. ഗുരു പറയുന്ന വാക്യങ്ങളെ പൂർണ്ണമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഗുരുവിലോട്ട് പൂർണ്ണ അർപ്പണത്തോടു കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്ത് സാക്ഷാൽ ബ്രഹ്മപദം, ബ്രഹ്മസത്യം അത് ലഭിക്കുന്നു എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളോടുകൂടി നമ്മുടെ ഭജഗോവിന്ദത്തിലെ ദ്വാദശ പഞ്ചരിക എന്ന് പറയുന്ന ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഗുരുവിൻ്റെ പ്രത്യേകതയും ഗുരുവിൽ മനസ്സർപ്പിക്കേണ്ടതായിട്ടുള്ള പ്രത്യേകതകളെ പറയാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ടത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭാഗവതത്തിലൂടെയും പിന്നെ ഇതുകൂടാതെ നാരദ സൂക്തത്തിലും ഒക്കെ വരികൾ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയം ഉള്ളവർക്ക് അത് പറയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അത് പറയാം. അതൊന്നുമില്ലെങ്കിൽ ഇന്നത്തെ ഈ 12 ശ്ലോകങ്ങൾ നമുക്കൊന്ന് ഒന്നോ രണ്ടോ പേര് ചേർന്ന് ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ സംശയമോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഡയമെൻഷനോ ഉണ്ടെങ്കിൽ പറയാം. ഉണ്ണികൃഷ്ണ സാറ്. അച്ഛജി, ആ അവസാനത്തെ ആ ദ്വാദശ പഞ്ചരിക മയേഷ ആ ശ്ലോകം എനിക്ക് എൻ്റെ കയ്യിലില്ല. അത് ഞാൻ പിന്നെ എവിടെയെങ്കിലും തപ്പിയെടുത്ത് എഴുതിക്കോളാം. ഇന്നത് എഴുതാൻ പറ്റിയില്ല. ഒരു പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ശങ്കരാചാര്യസ്വാമികൾ എഴുതിയതായിരിക്കില്ല. സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മറ്റ് ശിഷ്യന്മാർ തന്നെ എഴുതിയിരിക്കുന്ന, കാരണം ഇത് പറയുന്നത് തന്നെ എന്താണ്, ദ്വാദശ പഞ്ചരിക രീതിയിൽ ശിഷ്യാണം കഥിതോഹ്യുപദേശ എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പോ അദ്ദേഹം പറയില്ല, അദ്ദേഹം ഭഗവാൻ പറയില്ല. അപ്പൊ ആദ്യം മുതലുള്ള ചൊല്ലാവുന്നോ? ആദ്യത്തെ ശ്ലോകം എന്നുള്ളത് ഞാൻ ചൊല്ലാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചൊല്ലി നോക്കുക. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പിന്നെ അടുത്തത് ദ്വാദശ പഞ്ചരിക തുടങ്ങുകയാണ്. മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഇങ്ങനെയാണ്. ഇനി അടുത്തത് ചൊല്ലിക്കോട്ടെ. അടുത്തത് കാതേ കാന്ത. അർത്ഥമനർത്ഥം. അതന്നെ, അർത്ഥമനർത്ഥം. ശരി, അർത്ഥമനർത്ഥം. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തദ സുഖ ലേശ സത്യം പുത്രാദപി ധനഭാജാം ഭീതി സർവത്രൈഷാ വിഹിത രീതി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കാതേ കാന്ത കസ്തേ പുത്ര
സംസാരോയമതീവ വിചിത്ര കസ്യ ത്വം കുത ആയാത തത്വം ചിന്തയത തദിഹ പ്രാത ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം മായാമയമിദമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം പശ്യതി സോഹം ആത്മജ്ഞാനവിഹീനാമൂഢാ തേ പച്യന്തേ നരകനിഗൂഢാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കവിത ചേച്ചി ചൊല്ലുന്നു. ആരാ ചൊല്ലുന്ന? കവിത ചേച്ചിയോ ശോ ചേച്ചിയോ? അടുത്തത് ത്വയിമൈ ചാന്യത്രൈകോ വിഷ്ണുർ. അല്ല, അതിനു മുമ്പുണ്ടല്ലോ ശത്രുവോ മിത്രോ ചൊല്ലിയോ? സുരമന്ദിരം ചൊല്ലി. സുരമന്ദിര തരുമൂല നിവാസ. അതാ ചൊല്ലണ്ടേ. അത് ചൊല്ലിക്കോളൂ. ശോ ചേച്ചി ചൊല്ലിക്കോളൂ. സുന്ദരമന്ദിര സുരമന്ദിര സുര 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 സുരമന്ദിര തരുമൂല നിവാസ നിവാസ ശയ്യാഭൂതലമജിനം വാസ സർവപരിഗ്രഹഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വികാര ശത്രൗ മിത്രേ പുത്രേ ബന്ധൗ മാ ഗുരുയജ്ഞം വിഗ്രഹസാന്ധോ ഭവശമചിത്ത സർവത്ര ത്വം വാഞ്ചസ്യ ചിരാദ്യതി വിഷ്ണു ത്വം ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണു വ്യർത്ഥം ഗോപ്യസി സർവസഹിഷ്ണു സർവസ്മിന്നപി പശ്യാത്മാനം സർവത്രോസ്യജ ഭേദജ്ഞാനം പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യവിവേകവിചാരം ജാപ്യസമേത സമാധിവിധാനം കുർവവധാനം മഹദവധാനം നളിനീദളഗത ജലമതിതരളം തദ്വജ്ജീവിത അതിശയചപലം വിദ്ധിവ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം താദേശേ ചിന്താ വാതുലതമകിം നാസ്തി നിയന്താ യസ്വാം ഹസ്തേ
സുദൃഢനിബദ്ധം ബോധയതി പ്രഭവാദിവിരുദ്ധം കാതേ കാന്ത ധനഗതചിന്ത വാതുലകിം ദവനാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതിരേക ഭവതി ഭവാർണവ തരണേ ലോക സൽസംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി അഥാപി സംവദിഷ്യാമോ ഭവാന്യേതേന സാധുനാ അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമാം. ആ ശ്ലോകം ഭാഗവതമാണ് കേട്ടോ. ഇപ്പൊ ചൊല്ലിയത് ഭാഗവതത്തിലെ 4 വരികളാണ്. അത് ഭജഗോവിന്ദത്തിന്റെ വരികളല്ല. അയം ഹി പരമോലാഭോ എന്ന് ഭഗവാൻ ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. സത്സംഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് അടുത്തത് ഗുരുചരണാംബുജ. ഗുരുചരണാംബുജ നിർഭര ഭക്ത സംസാരാദിചിരാദ്ഭവമുക്ത സേന്ദ്രിയമാനസ നിയമാദേവം ദ്രക്ഷ്യസി നിജഹൃദയസ്ഥം ദേവം ദ്വാദശ പഞ്ചരികാമയേഷ ശിഷ്യാണാം കഥിതോ ഹ്യുപദേശ യേഷാം ചിത്തേ നൈവ വിവേക തേർപച്യന്തേ നരകമനേകം ഭജ ഗോവിന്ദം 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 ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രേക്ഷതി ദുഃഖരമേ. ജയശങ്കര. ജയശങ്കര ജയശങ്കര. അപ്പൊ ഇതോടുകൂടി ദ്വാദശ പഞ്ചരിക എന്ന ഭാഗം കഴിഞ്ഞു. ഇനി ചർപ്പട പഞ്ചരികയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഇന്ന് 2-3 ആഴ്ച ഞാൻ വീണ്ടും യാത്രയിലാണ്. അപ്പോൾ അടുത്ത 2-3 ചൊവ്വാഴ്ചകളിലില്ല. അത് കഴിഞ്ഞ് നമുക്ക് അതും കൂടി എടുത്ത് തീർക്കാം. മറ്റ് ആർക്കെങ്കിലും ഒന്നും പറയാനില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താഴ്മയായിട്ട് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. സുരേഷ് ഏട്ടാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. നമുക്ക് ഇന്ന് ഈ 14 ശ്ലോകങ്ങളും പഠിപ്പിച്ച് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മുടെ ആദ്യത്തെ ഭാഗം അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഹൃദ്യമായ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഗുരുനാഥനും എല്ലാ നല്ല മനസ്സുകളുടെയും അനുഗ്രഹ ശുശ്രൂഷകളോടെ പ്രണമിക്കുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര ജയശങ്കര.